ചിന്നക്കനാലിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴൽനാടന് വിജിലൻസ് നോട്ടീസ്. ജനുവരി 16 തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ചിന്നക്കനാലിലെ 50 സെന്റിലധികം ഭൂമി കൈവശം വെച്ചതിനാണ് കേസ്. സംഭവത്തിൽ വിജിലൻസ് എടുത്ത കേസിൽ 16ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ശശി തരൂർ എം പിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ സജീവം. നേമം മണ്ഡലം പിടിച്ചെടുക്കാൻ ശശി തരൂർ അനുയോജ്യനാണെന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നു. നേമത്ത് NDA സ്ഥാനാർത്ഥിയെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി മത്സര രംഗത്തെത്തിയില്ലെങ്കിൽ BJP വിജയിക്കുമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്. ഈ സാഹചര്യത്തിലാണ് ശശി തരൂരിന്റെ പേര് ഉയർന്നു വന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല മുൻ തന്ത്രി കണ്ഠരര് രാജീവ് അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ മുതൽ തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റിന് ശേഷം തന്ത്രിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. വളരെ രഹസ്യമായാണ് തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ മുതൽ തന്ത്രിയുടെ ഇടപെടൽ സംശയാസ്പദമായിരുന്നുവെങ്കിലും അതീവ രഹസ്യമായ നീക്കമാണ് SIT നടത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിൽ പ്രതികരിക്കാനില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. അവനവൻ അർഹതപ്പെട്ടതിനെ കുറിച്ച് സംസാരിക്കാനേ പാടുള്ളൂന്ന് പ്രതികരിച്ച് വിവാദമുണ്ടാക്കാൻ താനില്ലെന്നും ഈ സീസണിൽ ശബരിമലയിൽ തന്ത്രി രാജീവർ അല്ലെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ താൻ ആളല്ലെന്നും K. ജയകുമാർ പറഞ്ഞു. സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവ് അറസ്റ്റിലായതിനു പിന്നാലെയാണ് ജയകുമാറിന്റെ പ്രതികരണം. ഇറാന്റെ നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസ പഹ്ലവിയുടെ ബഹുജന പ്രകടനത്തിന് ആഹ്വാനം ചെയ്തതിനെ തുടർന്നും ടെഹ്റാനിൽ പുതിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്നും ഇറാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെ രാജ്യത്ത് 12 ദിവസത്തെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. IPSC സഹസ്ഥാപകനായ പ്രതീക് ജെയിനിന്റെ ഓഫീസിലും വസതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡുകളിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതിഷേധിച്ചു. ജാദവ്പൂർ 8B ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹസ്ര മോറിലേക്കുള്ള ജാഥയ്ക്ക് ശ്രീമതി ബാനർജി നേതൃത്വം നൽകും. മലയാള ഭാഷാ ബിൽ 2025 നിരസിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക അതിർത്തി വികസന അതോറിറ്റി പ്രതിനിധി സംഘം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചതിന്റെ ഒരു ദിവസത്തിനു ശേഷം കേരളത്തിലെ കന്നഡ സംസാരിക്കുന്ന ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബില്ല് പിൻവലിക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടു. ഭരണഘടനയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഷാ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണം എന്നാണ് ബില്ലിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. സുരക്ഷാ കാരണങ്ങളാൽ വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ന്യൂഡൽഹി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന ദൗത്യങ്ങളോട് ആവശ്യപ്പെട്ടതായി ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ അറിയിച്ചു. അമേരിക്ക അടുത്തിടെ ഏർപ്പെടുത്തിയ വിസ ബോണ്ട് ആവശ്യകത റദ്ദാക്കണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ ഉപദേഷ്ടാവ് M. തൗഹിദ് ഹുസൈൻ തന്റെ ഓഫീസിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു.